സിനിമയുടെ തുടക്കത്തിൽ ബില്ലി എന്ന ബോക്സറിനെയാണ് കാണിക്കുന്നത്. കൂടെ തന്നെ അവനൊരു കുഞ്ഞു കൂട്ടുകാരനും ഉണ്ട്. കുഞ്ഞു കൂട്ടുകാരൻ ബില്ലിയുടെ മുതുകെല്ലാം മസാജ് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ബില്ലി ആ കുഞ്ഞിന്റെ മുതുകും അതുപോലെ തന്നെ കൈയും എല്ലാം മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നീട് ഈ കുഞ്ഞു കൂട്ടുകാരന്റെ ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റ് കൂടിയതിനു ശേഷം ജയിക്കുന്നത് മറ്റാരുമല്ല, കുഞ്ഞു കൂട്ടുകാരൻ തന്നെയാണ്. അതിനുശേഷം ബില്ലിയുടെ ഫൈറ്റ് ആണ്. ബില്ലി അങ്ങനെ ചെന്ന് ബോക്സിംഗ് ചെയ്യാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് വളരെയധികം ശക്തനാണ്. അയാളുടെ മുമ്പിൽ ബില്ലിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ ബില്ലിക്ക് പറ്റുന്നത് പോലെയൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട്. ഒരു ഘട്ടത്തുമ്പോൾ ബില്ലി താഴെ വീഴാണ്, താഴെ വീഴാണ്. അതുകൊണ്ട് തന്നെ റെഫറി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ജയിച്ചെന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്യും. പക്ഷെ ബില്ലി എണീറ്റ് വന്നിട്ട് എനിക്ക് വീണ്ടും ഫൈറ്റ് ചെയ്യണം, അവനെ കൊണ്ട് എന്നെ തോപ്പിക്കാനായിട്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുമ്പോൾ റെഫറി കേൾക്കത്തില്ല. ഇതോടാകുമ്പോൾ ബില്ലിക്ക് ദേഷ്യം വരാണ്. ബില്ലി റെഫറിനെ അടിച്ച് താഴെ ഇട്ട് ചവിട്ടി കൂട്ടാനായിട്ട് തുടങ്ങും. കുറെ ആൾക്കാരൊക്കെ വന്ന് പിടിച്ചു മാറ്റിയാണ് റെഫറിനെ രക്ഷിക്കുന്നത്. എന്തായാലും ഫൈറ്റിന് ശേഷം ബില്ലി നേരെ ചെല്ലുന്നത് ഒരു ക്ലബിലാണ്. ആ ക്ലബിൽ ചെന്നിട്ട് അവന്റെ ഇരിക്കുന്ന കുറച്ച് ഡ്രഗ്സ് എടുത്ത് വിറ്റ് പൈസയാക്കുന്നുണ്ട്. അവന് ഡ്രഗ്സിന്റെ കച്ചവടം ഉണ്ട്, അതുപോലെ തന്നെ ബോക്സിംഗും ഉണ്ട്. അങ്ങനെയൊക്കെ കുറച്ചധികം പൈസ അവൻ ഉണ്ടാക്കുന്നുണ്ട്. ഇതിനുശേഷം അവൻ അവന്റെ റൂമിൽ ചെല്ലുകയാണ്. എല്ലാ പരിപാടിയും ഉണ്ട്, മദ്യം, ഡ്രഗ്സ്, സിഗരറ്റ് എല്ലാം ഉണ്ട്. ഇതൊക്കെ വലിച്ച് റൂമിൽ ഇരിക്കുമ്പോഴായിരിക്കും പുറത്ത് ആരോ കൊട്ടുന്നത്. ബില്ലിക്ക് മനസ്സിലായി അവന്റെ കാര്യത്തിൽ തീരുമാനമായെന്ന്. കാരണം ആ ഒരു ബോക്സിംഗ് നടത്തുന്ന സ്ഥലത്ത് വെച്ച് പ്രശ്നം ഉണ്ടാക്കിയിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ബില്ലി പ്രതീക്ഷിച്ചതുപോലെ തന്നെ അത് പോലീസുകാരായിരുന്നു. അവർ കയറി വന്ന് ബില്ലിനെ പിടിക്കാനായിട്ട് ശ്രമിക്കും. എന്നാൽ ബില്ലി ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കുമെങ്കിലും നടക്കില്ല. പോലീസുകാർ അവനെ അടിച്ചു പിടിച്ച് അവന്റെ കയ്യിൽ വിലങ്ങ് വെക്കുകയാണ്. പിന്നീട് അവനെ വലിച്ചെടുത്ത് പോലീസുകാർ അവിടെ നിന്ന് പോകും. ബില്ലി കുറച്ചധികം തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് റെഫറീനെ ഉപദ്രവിച്ചു, അതുപോലെ തന്നെ ഡ്രഗ്സ് കൈമാറി. ഇതൊക്കെയാണ് അവൻ ചെയ്ത തെറ്റുകൾ. എന്തായാലും അവനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയ്ക്കായിട്ട് അവന് ജയിലിലോട്ട് കൊണ്ടുപോകും. കുറേയധികം ആൾക്കാർ അവന്റെ കൂടെ തന്നെ ഉണ്ട്. അങ്ങനെ ആ ജയിലിൽ കൊണ്ടു ചെന്നിട്ട് ജയിലിൽ ഇടണതിന് മുമ്പ് കുറച്ചധികം പരിശോധനകളുണ്ട്. അവന്റെ ശരീരം എങ്ങനെയാണ്, അവൻ എന്തുമാത്രം ആരോഗ്യമുണ്ട്, എത്ര വെയിറ്റ് ഉണ്ട്, അവൻ ആരോഗ്യവാനാണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആ പോലീസുകാർ ചെക്ക് ചെയ്യുന്നത്. ഇതെല്ലാം കഴിഞ്ഞൊരു ഫോട്ടോയും എടുത്ത് പിന്നീട് അവന്റെ തല മുട്ടയിടിച്ചിട്ട് അവന് ജയിലിലോട്ട് പറഞ്ഞു വിടും. അങ്ങനെ കുറേയധികം ആൾക്കാരൊക്കെ ഉള്ള സ്ഥലത്ത് അവനെ കൊണ്ടുവന്ന് ആക്കുകയാണ്. ഇവർക്ക് സെല്ലൊന്നുമില്ല, എല്ലാരും ഒരുമിച്ച് കൂട്ടിയിടുകയാണ് ചെയ്യാറ്. ബില്ലി ഒരു സ്ഥലത്ത് മിണ്ടാതെ പോയി കിടക്കുമ്പോൾ ഒരു ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ അവനോട് മിണ്ടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അവനോട് കൂട്ടുകൂടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ബില്ലി മൈൻഡൊന്നും ആക്കുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ കഴിയുമ്പോൾ അവൻ അവിടെ തന്നെയാണ്, മനുഷ്യനെ അടിയിട്ടേക്കുന്നത് പോലെയാണ് അവിടെ കിടന്നുറങ്ങുന്നത്. ഒരു ദിവസം അവൻ വെള്ളം കളക്ട് ചെയ്യാനായിട്ട് വെള്ളം എടുക്കാനായിട്ട് ചെല്ലും. കുറെ തിക്കും തിരക്കൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വളരെയധികം കഷ്ടപ്പെട്ട് 2 കുപ്പിയൊക്കെ എടുത്തിട്ടാണ് ആ വെള്ളം എടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെ വെള്ളം എടുത്ത് തിരിച്ചു വരുമ്പോഴാവട്ടെ അവിടെ നിൽക്കുന്ന ഒരുത്തൻ മനഃപൂർവ്വം തന്നെ ബില്ലിയുടെ കയ്യിലുള്ള വെള്ളം തട്ടി താഴെ ഇടും. എന്നാൽ ഇത് ബില്ലിക്ക് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. ബില്ലി അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. എന്താണ് നീ എന്റെ വെള്ളം താഴെ തള്ളിയിട്ടെന്ന് ചോദിച്ച് അവനുമായിട്ട് അടി ഉണ്ടാക്കാൻ തുടങ്ങും. ഇങ്ങനെ അടി ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ബില്ലിനെ പോലീസുകാർ വന്ന് പിടിച്ച് അവനെ വേറെ വലിയൊരു സെല്ലിലോട്ട് കൊണ്ടുപോവാണ്. ബഹളം വെക്കുന്ന പുള്ളികളെ, ജയിൽ പുള്ളികളെ ഇടുന്ന ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോവാണ്. അതുപോലെ ഇപ്പൊ ബഹളം വെച്ചതിന് ഒരു ശിക്ഷ കൊടുക്കണ്ടേ, അതുകൊണ്ട് തന്നെ അവന് ചെറിയൊരു കൂട്ടിൽ കൊണ്ടിടുകയാണ്. ആ കൂട്ടിലാണ് അവൻ കുറച്ചധികം ദിവസങ്ങൾ സമയം പങ്കിടുക, അല്ലെങ്കിൽ അവിടാണ് ചെലവഴിക്കുക. അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം അവന്റെ ശിക്ഷ കഴിഞ്ഞിട്ടുണ്ട്. ആ ചെറിയ കൂട്ടിലുള്ള ശിക്ഷ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവനെ ജയിലിലോട്ടാക്കാനായിട്ട് വേറൊരു ജയിലിൽ കൊണ്ടു ചെല്ലും. ചെറിയ കുറ്റങ്ങൾ ചെയ്ത കുറ്റവാളികളുടെ അടുത്തല്ല, കുറച്ചുകൂടെ കുറ്റങ്ങൾ ചെയ്ത കുറ്റവാളികളുടെ അടുത്താണ് കൊണ്ടാക്കുന്നത്. കാരണം ബില്ലി പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അങ്ങനെ പോലീസുകാർ ബില്ലിനെ കൊണ്ടാക്കിയിട്ട് അവിടെ നിന്ന് പോകും. ബില്ലി അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ അവനെ റാഗ് ചെയ്യാനായിട്ട് കുറച്ചധികം ആൾക്കാർ അവിടെ നിൽപ്പുണ്ട്. അവർ വന്ന് ബില്ലിനോട് പുഷപ്പ് എടുക്കാനും ഓരോ കാര്യങ്ങൾ ചെയ്യാനും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ വൃത്തികെട്ടവന്മാരാണെങ്കിൽ ബില്ലിയുടെ ശരീരത്ത് വേറൊരു ഉദ്ദേശത്തോടു കൂടി പിടിക്കുന്നുണ്ട്. എന്നാൽ ബില്ലി അത് തള്ളി മാറ്റുമെങ്കിലും അവന്മാർ കുറേയധികം ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ നടക്കുന്നില്ല. എന്തായാലും അവന്റെ റാഗിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അവൻ ഒരു സ്ഥലത്ത് പോയി മാറി കിടക്കുന്നുണ്ട്. ബില്ലിക്ക് ശേഷം വേറൊരുത്തൻ അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് റാഗ് ചെയ്യാനായിട്ട്. എന്നാൽ അവൻ അതിന് നിന്ന് കൊടുക്കുന്നില്ല. അവിടെ ചെറിയൊരു ബഹളം വയ്ക്കുകയാണ്. കുറച്ച് ആൾക്കാർ വന്ന് പിടിച്ചു മാറ്റുന്നുണ്ട്. അന്ന് രാത്രി ബില്ലി ആണെങ്കിൽ മൂത്രം ഒഴിക്കാനായിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ ബാത്റൂം സെറ്റപ്പ് ഉണ്ട്. അവിടെ ചെന്ന് മൂത്രം ഒഴിക്കാനായിട്ട് നീയും. എന്നാൽ പെട്ടെന്ന് തന്നെ പിന്നിലൂടെ ഒരുത്തൻ വന്ന് ബില്ലിനെ കയറി പിടിച്ച് അവന്റെ കഴുത്തിൽ കത്തി വെക്കുകയാണ്. ബില്ലിക്ക് മാറിപ്പോകാനായിട്ട് സാധിക്കുന്നില്ല. അതുമല്ല വേറെ കുറച്ച് ആൾക്കാർ അങ്ങോട്ട് വന്നിട്ട് അതിനകത്ത് ആരോഗ്യം കുറഞ്ഞ ഒരുത്തനെ പിടിച്ചോണ്ട് വന്ന് അവനെ യൂസ് ചെയ്യാണ്, അവനെ റേപ്പ് ചെയ്യാണ്. പല ആൾക്കാരും മാറി മാറി ആ കുഞ്ഞു പയ്യനെ റേപ്പ് ചെയ്യാണ്. അവന് ആരോഗ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ നിന്ന് കൊടുക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ബില്ലിക്ക് അവനെ രക്ഷിക്കാനും സാധിച്ചില്ല. കാരണം ബില്ലിന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ടുണ്ടല്ലോ. ആ കുഞ്ഞു പയ്യനെ യൂസ് ചെയ്തതിനു ശേഷം ബാക്കിയുള്ള ആൾക്കാർ അവിടെ നിന്ന് പോകും. ഈ കത്തി പിടിച്ചോണ്ട് നിന്നവൻ ബില്ലിയോട് പറയും, ഇത് പുറത്തെങ്ങാനും പറയുകയാണെങ്കിൽ നിന്റെ കാര്യത്തിൽ ഞങ്ങൾ തീരുമാനം ഉണ്ടാക്കുമെന്ന്. ബില്ലിക്ക് വേറെ മാർഗ്ഗം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൻ മാറി ഒരു സ്ഥലത്ത് പോയി വിഷമിച്ച് കിടക്കുകയാണ്. അവൻ ഇതൊക്കെ കണ്ട് ആകെ തകർന്നു പോയിട്ടുണ്ട്. ഇത് വളരെയധികം മോശപ്പെട്ട ഒരു വൃത്തികെട്ട ജയിലാണെന്ന് അവന് മനസ്സിലായി. അതുമല്ല ബില്ലിക്ക് വേറൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ അവൻ ഇപ്പോൾ ഉള്ളത് തായ്ലൻഡിലാണ്. അവൻ ഒരു ഫോറിനർ ആണ്. തായ്ലൻഡിലെ ജയിലിലാണ് പിടിച്ചിട്ടേക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഉള്ള അധികം ആൾക്കാരും തായ്ലൻഡുകാരായിരിക്കും. അവൻ മാത്രമാണ് ഫോറിനർ. പിറ്റേ ദിവസം ആകുമ്പോൾ എല്ലാവരും ഉറക്കത്തിൽ നിണിക്കും. എന്നാൽ എല്ലാവരും ഒരു മോശപ്പെട്ട കാര്യം കണ്ടിട്ടാണ് കണ്ണു തുറക്കുന്നത്. ഇന്നലെ ലവ്മാര് റേപ്പ് ചെയ്ത ആ ഒരു കുഞ്ഞു പയ്യനില്ലേ, അവൻ ഇത് സഹിക്കാൻ വയ്യാതെ കെട്ടിത്തൂങ്ങി മരിച്ചു കഴിഞ്ഞു. എന്നാൽ ഒരാളും ഒരക്ഷരം മിണ്ടത്തില്ല. കാരണം എല്ലാവർക്കും പേടിയാണ് ഇന്നലെ റേപ്പ് ചെയ്തവന്മാരെ എതിർത്ത് നിൽക്കാനായിട്ട്. ഇനി പ്രശ്നം ഉണ്ടാക്കുന്നവരെ അവന്മാർ ഉപദ്രവിക്കുക. അത് പേടിച്ചിട്ടാണ് ആൾക്കാർ പുറത്തു പറയാത്തത്. ബില്ലിയും ഇതൊന്നും പുറത്തു
പുറത്തു പറയുന്നില്ല. പോലീസുകാര് ആ പയ്യൻ ജയിലിൽ കിടക്കാൻ വയ്യാത്തത് കൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്തെന്നാണ് വിചാരിക്കുക. ഇത് കഴിഞ്ഞ് ബില്ലി ആണെങ്കിൽ അവിടെ തന്നെ മരുന്നൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. ജയിൽ പുള്ളികൾക്ക് മരുന്ന് കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ചെന്നവൻ പെയിൻ കില്ലർ ചോദിക്കും. എന്നാൽ അവിടുത്തെ ഡോക്ടർ പെയിൻ കില്ലർ കൊടുക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. ബില്ലിക്ക് പെയിൻ കില്ലർ കൊടുക്കുന്നില്ല. എന്നാൽ ബില്ലി വാശി പിടിക്കുമ്പോൾ അവർ ഡോക്ടർ പറയും, നീ പൈസ തന്നാൽ മാത്രമേ നിനക്ക് പെയിൻ കില്ലർ തരത്തുള്ളെന്ന്. എന്നാൽ ജയിൽ പുള്ളികൾക്ക് മരുന്ന് കൊടുക്കുന്നതിന് പൈസ കൊടുക്കണ്ട. പക്ഷേ ഇയാൾ കള്ളത്തരം കാണിക്കുന്നതാണ്. ബില്ലിക്ക് ദേഷ്യം വന്നിട്ട് അകത്ത് കയറി മരുന്നെടുക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ ഇവനെ തടയാൻ വരുന്ന ആൾക്കാരൊക്കെ അവൻ തള്ളിയിട്ട് കടിച്ച് പറിച്ചെടുക്കുക അവരുടെ കഴുത്തൊക്കെ. എന്നാൽ കുറെ അധികം പോലീസുകാർ അങ്ങോട്ട് വന്നത് കൊണ്ട് തന്നെ ബില്ലിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. ആ പോലീസുകാർ ബില്ലിയെ താഴെ തള്ളിയിട്ട് അടിച്ചൊരു പരുവാക്കും, ചവിട്ടിക്കൂട്ടും. പിന്നീട് അവനെ ഉപദ്രവിച്ചതിന് ശേഷം അവിടെ നിന്ന് എടുത്തോണ്ട് പോവാണ്. നേരെ ഒരു സെല്ലിൽ കൊണ്ടിടുന്നുണ്ട്. അവന്റെ കൂടെ തന്നെ ഒരു ട്രാൻസ് വുമണും ഉണ്ട്. അവരുടെ പേര് മരിയ എന്നാണ്. മരിയ നോക്കുമ്പോൾ ബില്ലിയുടെ ദേഹത്ത് നിന്ന് ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇനി ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അവൻ മരണപ്പെടുമെന്ന് മരിയയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ബഹളം വെച്ച് പോലീസുകാരെ വിളിച്ച് ബില്ലിയെ മാറ്റുന്നുണ്ട് ശുശ്രൂഷയ്ക്കായിട്ട്. പിറ്റേ ദിവസം തൊട്ട് ബില്ലി ബഹളം വെക്കുന്നത് കൊണ്ട് തന്നെ അവന്റെ കാലിൽ ഒരു ചങ്ങല വെച്ചിട്ടുണ്ട്. ആ ചങ്ങലയും കെട്ടിയിട്ടാണ് അവൻ നടന്നു പോകുന്നത്. അതൊക്കെ ഇട്ട് ആ ജയിലിൽ കൂടെ അങ്ങനെ നടക്കുകയാണ്. അതുപോലെ തന്നെ ആ ജയിലിൽ കുറച്ചധികം ട്രാൻസ് ആയിട്ടുള്ള മനുഷ്യരുണ്ട്. അതിൽ പെടുന്നതാണ് മരിയും. ഈ മരിയാണെങ്കിൽ സിഗരറ്റ് ഒക്കെ വിൽക്കാറുണ്ട് ജയിലില്. അത് പോലീസുകാരുടെ അനുമതിയോട് കൂടി തന്നെയാണ് വിൽക്കുന്നത്. ഇപ്പൊ ബില്ലി ആണെങ്കിൽ ആ ഒരു സ്ഥലത്തോട്ട് വന്നിട്ട് മരിയോട് സിഗരറ്റ് ചോദിക്കും. കുറച്ച് സിഗരറ്റ് എനിക്ക് തരാമോ? പക്ഷെ എന്റെ കയ്യിൽ പൈസ ഇല്ല, ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ പൈസ തിരിച്ചു തരാന്ന്. എന്നാൽ മരി ആദ്യം കൊടുക്കാനായിട്ട് കൂട്ടാകത്തില്ലെങ്കിലും പിന്നീട് കൂട്ടാക്കും. അങ്ങനെ കുറച്ച് സിഗരറ്റ് കൊടുക്കുകയാണ്, ഒരു വലിയ പാക്കറ്റ് സിഗരറ്റ്. ബില്ലി അതിന് നന്ദി പറയുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ജയിലിൽ വെച്ച് അവന്റെ ചോര വാർന്നു പോയപ്പോൾ പോലീസുകാരെ വിവരം അറിയിച്ചില്ലേ, അതിനും നന്ദി പറയുന്നുണ്ട്. ഈ സിഗരറ്റ് വാങ്ങിച്ച് അവൻ നേരെ ചെല്ലുന്നത് കഴിഞ്ഞ ദിവസം ജയിലിൽ പ്രശ്നം ഉണ്ടാക്കിയ കുറച്ച് ആൾക്കാരില്ലേ, ബില്ലിനെ ഉപദ്രവിച്ച കുറച്ച് ആൾക്കാർ, ആ ടീംസിന്റെ ബോസിനെ പോയി കണ്ടിട്ട് ബോസിന്റെ ആ സിഗരറ്റ് കൊടുക്കും. മറ്റൊന്നുമല്ല, ഒരു കൈക്കൂലി പോലാണ്. ബില്ലിനെ ഇനി ഉപദ്രവിക്കാൻ പാടില്ല അവന്മാര്. അതുകൊണ്ട് തന്നെ സിഗരറ്റ് കൊടുത്ത് ഒതുക്കുന്നതാണ്. അന്ന് രാത്രി ബില്ലിയും ബാക്കിയുള്ള ആൾക്കാരും കിടന്നുറങ്ങുമ്പോഴാവട്ടെ പെട്ടെന്ന് തന്നെ കുറെ അധികം പോലീസുകാർ അങ്ങോട്ട് വരുവാണ്. ബഹളം വെച്ച് കയറി വരുന്നുണ്ട്. എന്നിട്ട് അവരെ എല്ലാരെയും വിളിച്ചോണ്ട് പോവാണ്. എന്താ സംഭവം എന്നല്ലേ, ഈ ജയിലിൽ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്. എന്നാൽ ആരാ ചെയ്തെന്ന് ഒരു വിവരവും ഇല്ല. അവന്മാരെല്ലാരെയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസുകാർ അവരെയും വിളിച്ച് താഴോട്ട് പോകുന്നത്. അങ്ങനെ എല്ലാരെയും ലൈനപ്പായിട്ട് നിർത്തിയിട്ട് ഓരോ ആൾക്കാരെ ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ ബില്ലിനെ പോലീസുകാർ ചെക്ക് ചെയ്യുമ്പോൾ അവന്റെ തൊട്ട് താഴെ തന്നെ ഒരു ഷർട്ട് കിടപ്പുണ്ട്. എന്നാൽ അത് ബില്ലിയുടെ അല്ല. തൊട്ടടുത്ത് നിന്ന് ഒരു മനുഷ്യൻ ബില്ലിയുടെ ഭാഗത്ത് തെറ്റ് വരാനായിട്ട് ഇട്ട് കൊടുത്തൊരു ഷർട്ടാണ്. ആ ഒരു മനുഷ്യൻ അതിൽ സിഗരറ്റ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് പോലീസുകാർ കണ്ടുപിടിക്കും. പക്ഷെ പോലീസുകാർ അത് ബില്ലിയുടെ ഷർട്ടാണെന്ന് വിചാരിക്കും. എന്നാൽ ബില്ലി കരഞ്ഞ് കാല് പിടിച്ച ഷർട്ട് എടുത്തിട്ട് കാണിച്ചു കൊടുക്കും. അത് അവന് ചെറിയ ഷർട്ടാണ്, അത് അവന്റെ ഷർട്ടല്ല, തൊട്ടടുത്ത് നിൽക്കുന്ന ആളുടെ എന്ന് പറയുമ്പോൾ പോലീസുകാർക്ക് കാര്യം മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അയാൾ അവിടെ നിന്ന് പിടിച്ചോണ്ട് പോവാണ്. ഈ ജയിലിൽ സിഗരറ്റ് ഒളിപ്പിച്ചു വെക്കാനായിട്ട് പാടില്ല, പക്ഷെ വിൽക്കാനായിട്ടുള്ള അനുമതിയുണ്ട്. സോറി, ഇത് സിഗരറ്റ് അല്ല, അതൊരു തരം ഡ്രഗ് ആണ്. ഈ ജയിലിൽ ഡ്രഗ് അനുമതിയല്ല, സിഗരറ്റ് അനുമതിയാണ്. ജസ്റ്റ് മിസ്സിനാണ് ബില്ലി രക്ഷപ്പെട്ടത്. ഇപ്പൊ പിടിച്ചോണ്ട് പോയ ആളെ പൊതിരെ തല്ലുന്നുണ്ട്. അയാളുടെ നിലവിളി അവിടുത്തെ മൈക്ക് സെറ്റ് വഴി എല്ലാ ജയിൽ പുള്ളികളെയും കേൾപ്പിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ഇനി ആവർത്തിക്കുകയാണെങ്കിൽ അവരുടെ ഗതി ഇത് തന്നെ വരുമെന്ന് പറഞ്ഞിട്ട്. പിറ്റേ ദിവസം ആകുമ്പോൾ ബില്ലിയുടെ ഒരു കമ്പനിക്കാരൻ ആ ജയിലിനുള്ളിൽ വരുന്നുണ്ട്. അവിടുത്തെ ഒരു സെക്യൂരിറ്റി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആ കമ്പനിക്കാരനും അതുപോലെ തന്നെ അവിടെ ഫുഡ് വേവിക്കുന്ന ആൾക്കാരും തമ്മിൽ ചെറിയൊരു പ്രശ്നം നടക്കുന്നുണ്ട്. എന്തായാലും അത് അടിയിലോട്ട് കടക്കുന്നില്ല. അതിനു മുമ്പ് എല്ലാം സോൾവ് ചെയ്യാണ്. ഈ കമ്പനിക്കാരന്റെ പിന്നാലെ തന്നെ ബില്ലി ചെല്ലുകയാണ്. ബില്ലി അവനോട് ഡ്രഗ്സ് ചോദിക്കും. ഈ കമ്പനിക്കാരനും മടിയൊന്നും കൂടാതെ തന്നെ ബില്ലിക്ക് ഡ്രഗ്സ് കൊടുക്കുകയാണ്. എന്തോ വലിക്കുന്ന ഒരു സംഭവം. അത് വാങ്ങിച്ച് അന്ന് രാത്രി തന്നെ ബില്ലി ബാത്റൂമിൽ പോയിരുന്ന് അത് വലിക്കാനായിട്ട് തുടങ്ങും. അത് വലിച്ചു കഴിഞ്ഞ് ആ ഒരു സുഖത്തിൽ പുറത്തോട്ടിറങ്ങി വരുമ്പോൾ കുറച്ച് ജയിൽ പുള്ളികൾ അങ്ങോട്ട് വന്നിട്ട് ബില്ലിയോട് ഡ്രഗ്സ് കൊടുക്കാനായിട്ട് പറയും. എന്നാൽ ബില്ലി ദേഷ്യപ്പെട്ട് തന്നെ പറയാണ്, എന്നെ കൊണ്ട് തരാനായിട്ട് പറ്റത്തില്ല എന്ന്. അവന്മാര് ബില്ലിനെ ഉപദ്രവിക്കാനായിട്ട് വരുമ്പോൾ ആ ജയിലിലുള്ള വേറൊരാള് ബില്ലിയായിട്ട് അത്യാവശ്യം കൂട്ടുള്ള ഒരാളൂടെ അങ്ങോട്ട് വരും. ഒരു കുഞ്ഞു കൂട്ടുകാരനെന്ന് വേണമെങ്കിൽ പറയാം. അവൻ വന്ന് ബില്ലിയുടെ ഭാഗം ചേരും. ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കാൻ വന്ന ആൾക്കാരുമായിട്ട് എതിർത്ത് നിൽക്കുകയാണ്. എന്നാൽ വലിയ പ്രശ്നമൊന്നും നടക്കുന്നില്ല, അടിയൊന്നും ആവുന്നില്ല. പിറ്റേ ദിവസം ബില്ലി വീണ്ടും അവന്റെ കമ്പനിക്കാരന്റെ അടുത്ത് ചെല്ലുകയാണ്. കുറച്ച് ഡ്രഗ്സ് തരുമെന്ന് ചോദിച്ചിട്ട്. എന്നാൽ ഇപ്രാവശ്യം അവൻ കൊടുക്കുന്നില്ല. പകരം ബില്ലിയോട് പൈസ ചോദിക്കും. എന്നാൽ ബില്ലിയുടെ കയ്യിൽ പൈസ ഇല്ല. പൈസ തരണ്ട, പക്ഷെ വേറൊരു കാര്യം ചെയ്തു കൊടുക്കണം. കഴിഞ്ഞ ദിവസം ബില്ലിയുടെ കമ്പനിക്കാരുമായിട്ട് കുറച്ചധികം പാചകക്കാർ വഴക്കുണ്ടാക്കില്ലേ, അവരെ പോയി തല്ലണം. അവരെ തല്ലുവാണെങ്കിൽ പൈസ കൊടുക്കാതെ തന്നെ ബില്ലിക്ക് ഡ്രഗ്സ് കിട്ടും. അതിന് താല്പര്യമാണോ എന്ന് ചോദിക്കുമ്പോൾ ബില്ലി കരഞ്ഞ് കാല് പിടിക്കും. എനിക്ക് ഒറ്റ ഡ്രഗ്സ് തന്നാൽ മതി, നീ പറയുന്നത് എന്ത് വേണമെങ്കിലും ചെയ്യാന്ന്. അങ്ങനെ അവന് ഡ്രഗ്സ് കിട്ടുകയാണ്. അതും വലിച്ചിട്ട് അവൻ നേരെ ചെല്ലും ആ ഒരു പാചകക്കാരുടെ അടുത്ത്. എന്നിട്ട് അവരെ പൊതിരേ തല്ലും. ബില്ലി ഒരു ബോക്സർ ആണല്ലോ, നല്ല രീതിയിൽ ഫൈറ്റിംഗ് അറിയാം. സാധാ പാചകക്കാർക്ക് ബില്ലിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. ബില്ലി അത് മുതലെടുത്തുകൊണ്ട് തന്നെ അവന്മാരെ ചവിട്ടി കൂട്ടുന്നുണ്ട്. കയ്യിലെല്ലാം രക്തമാവുന്നുണ്ട്. എന്നാൽ ബില്ലിക്ക് നല്ല കുറ്റബോധം ആവുന്നുണ്ട്. അവൻ തിരിച്ച് കൂട്ടുകാരന്റെ അടുത്ത് ആ ഒരു കമ്പനിക്കാരന്റെ അടുത്ത് വരുമ്പോൾ അവനാണെങ്കിൽ കുറച്ചധികം ഡ്രഗ്സ് എടുത്ത് ബില്ലിക്ക് കൊടുക്കുന്നുണ്ട്. എന്നാൽ ബില്ലി കുറ്റബോധം കാരണം അത് വാങ്ങുന്നില്ല. അവൻ ആകെ വിഷമിച്ച് കട്ടിലിൽ വന്ന് കിടക്കാണ്. രാത്രി സമയമായിട്ടുണ്ട്. അങ്ങനെ രാത്രി കിടക്കുമ്പോൾ അവന് ഉറക്കം വരുന്നില്ല. അവൻ എവിടെന്നോ ഒരു ബ്ലേഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. എവിടെന്നോ സംഘടിപ്പിച്ച ഒരു ബ്ലേഡാണ്. കിടന്നുറങ്ങുന്ന നേരത്ത് അവന്റെ കൈ മുറിച്ച് അവൻ ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിക്കും. എന്നാൽ തൊട്ടടുത്ത് കിടക്കുന്ന ആള് ബില്ലിയുടെ ഈ ഒരു കരച്ചിൽ കേട്ടിട്ട്
എന്താണെന്ന് നോക്കുമ്പോൾ അവന്റെ കൈ മുറിഞ്ഞിട്ടുണ്ട്, രക്തം പോകുന്നുണ്ട്. ബാക്കിയുള്ള ആൾക്കാരെല്ലാരും വിവരം അറിയിക്കും ബില്ലിയുടെ കൈ മുറിഞ്ഞിട്ടുണ്ടെന്ന്. അങ്ങനെ ബില്ലിനെ രക്ഷിക്കുകയാണ്. വീണ്ടും കുറെ ദിവസങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഇന്ന് ജയിൽ പുള്ളികളെ കാണാനായിട്ട് കുറച്ചധികം ആൾക്കാർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബില്ലിനെ കാണാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. അത് മറ്റാരുമല്ല, നമ്മൾ ആദ്യം കണ്ട ആ കുഞ്ഞു കൂട്ടുകാരനാണ്. ബില്ലിയുടെ ഫാമിലി ഒന്നും അവനെ കാണാനായിട്ട് വന്നിട്ടില്ല. എന്തായാലും അവർ ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. ഇതിനുശേഷം ബില്ലിനെ അടച്ചിടുന്നത് ഒരു റൂമിലാണ്. കാരണം പാചകക്കാരെ പോയി തല്ലിയില്ലേ, അതുകൊണ്ട് തന്നെ കുറച്ചധികം ദിവസത്തെ ശിക്ഷയുണ്ട്. അവന്റെ കാലിൽ ചങ്ങലേക്ക് ഇട്ട് അവനെ റൂമിൽ തന്നെ ആക്കിയൊക്കെയാണ്. അവിടെ അവൻ സമയം പോകാൻ വേണ്ടി ബോക്സിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അവന് വീണ്ടും ബോക്സിംഗ് ചെയ്യണമെന്നുള്ള ആഗ്രഹം വന്നിട്ടുണ്ട്. പുറത്തോട്ട് നോക്കുമ്പോൾ കുറച്ചധികം ആൾക്കാർ, ബോക്സിംഗ് ടീമിലുള്ള ആൾക്കാർ വർക്കൗട്ട് ചെയ്യുന്നതും കാണാം. അങ്ങനെ അവന്റെ ആഗ്രഹം കൂടി വരികയാണ്. അങ്ങനെ വീണ്ടും ദിവസം കടന്നു പോവുകയാണ്. ബില്ലി നേരത്തെ കിടന്ന ആ ഒരു ജയിലില്ലേ, ആ ഒരു സെല്ല്, കുറെ അധികം ആൾക്കാരുള്ള ആ ഒരു സെല്ല്, ആ സെല്ലിൽ ചെറിയൊരു തർക്കം നടക്കുന്നുണ്ട്. അങ്ങനെ അതിനകത്തുള്ള മെയിൻ ബോസ് വന്നിട്ടാണ് എല്ലാവരെയും പിടിച്ചു മാറ്റുന്നത്. അങ്ങനെ അടികൂടാനായിട്ടൊന്നും പാടില്ല, എല്ലാവരും മനുഷ്യരാണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും ഒത്തൊരുമയോട് പോകണമെന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തും. അന്നേ ദിവസം ബില്ലി ആ സെല്ലിലാണ് കിടന്നുറങ്ങുന്നത്. കാരണം അവന്റെ ശിക്ഷാ കാലാവധി കടന്നു പോയിട്ടുണ്ട്. ഒറ്റയ്ക്ക് സെല്ലിൽ കിടക്കേണ്ട ശിക്ഷാ കാലാവധി കടന്നു പോയിട്ടുണ്ട്. ബില്ലി അന്നത്തെ രാത്രി ഉറങ്ങുന്നില്ല. അവന് ബോക്സിംഗ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അതും ചിന്തിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. പിറ്റേ ദിവസം തന്നെ ബില്ലി അവന്റെ ആഗ്രഹ പ്രകാരം ആ ജയിലിലുള്ള ബോക്സിംഗ് ജിമ്മിൽ ചെല്ലും പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അവിടെ ചെന്ന് ജോയിൻ ചെയ്യണമെന്ന് പറയുമ്പോൾ അവിടുത്തെ കോച്ച് വന്ന് ഡോറങ്ങ് അടയ്ക്കുകയാണ്. ബില്ലിനെ അപമാനിക്കുകയാണ്. ഇവിടെ നിന്നും വരാൻ പാടില്ല എന്ന് പറഞ്ഞ് ബില്ലിനെ ഓട്ടിച്ചു വിടും. ബില്ലി നേരെ ചെല്ലുന്നതാവട്ടെ മറിയയുടെ അടുത്താണ്. അവളുടെ കുറെ അധികം സിഗരറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അവളോട് കുറച്ചധികം സിഗരറ്റ് കടം ചോദിക്കും. എന്റെ കയ്യിൽ പൈസ വരുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്കത് തിരിച്ചടച്ചിരിക്കും. ഇപ്രാവശ്യത്തേക്ക് എനിക്ക് കുറച്ച് സിഗരറ്റ് കടം തരുമെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും ബില്ലി ആയതുകൊണ്ട് തന്നെ ബില്ലിക്ക് കുറച്ച് സിഗരറ്റ് കൊടുക്കും. ഈ സിഗരറ്റ് വാങ്ങിച്ച് നേരെ ചെല്ലുന്നത് ബില്ലി ആ കോച്ചിന്റെ അടുത്താണ്, ആ ബോക്സിംഗ് ജിം നടത്തുന്ന കോച്ചിന്റെ അടുത്താണ്. അങ്ങനെ സിഗരറ്റ് കൊടുത്തത് കൊണ്ട് തന്നെ ബില്ലിനെ കോച്ച് അംഗീകരിക്കും. ബോക്സിംഗ് ജിമ്മിൽ കയറിക്കോളാൻ പറയും. അതുപോലെ തന്നെ ബില്ലി പ്രാക്ടീസ് ചെയ്യാണ്. അവൻ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നത് കാണുമ്പോൾ ബില്ലിയുടെ കഴിവ് അളക്കാനായിട്ട് കോച്ച് അവനെ ബോക്സിംഗ് റിംഗിൽ കയറ്റിയിട്ട് വേറൊരാളെ കൂടെ വിളിച്ച് ഫൈറ്റ് ചെയ്യാനായിട്ട് പറയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യാണ്. കോച്ച് ബില്ലിയുടെ കഴിവിൽ തൃപ്തനുമാണ്. അന്നേ ദിവസം ബില്ലി പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴാവട്ടെ അവന്റെ കൂടെ സെല്ലിലുള്ള ആൾക്കാർ, അവനെ ഉപദ്രവിച്ച ആൾക്കാർ ബില്ലിനെ കളിയാകുന്നുണ്ട്, അവന്റെ ഒരു ബോക്സിംഗ് എന്ന് പറഞ്ഞിട്ട്. പിറ്റേ ദിവസം ആകുമ്പോൾ ബില്ലിക്ക് നല്ല ദേഷ്യമായിട്ട് അവൻ ബോക്സിംഗ് ജിമ്മിൽ വന്ന് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യും. എല്ലാ ആൾക്കാരും നോക്കും ബില്ലിക്ക് എന്താണ് പറ്റിയത്, ഇത്രയും ദേഷ്യത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ എന്താണ് പറ്റിയതെന്ന്. എന്നാൽ ബില്ലി ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ആ ഒരു പഞ്ചിങ് ബാഗിൽ നല്ല രീതിയിൽ ഇടിക്കുകയാണ്. അന്ന് ബോക്സിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാവട്ടെ ആ സെല്ലിൽ ഒരു ബെറ്റിംഗ് നടക്കുന്നുണ്ട്. ഫൈറ്റർ ഫിഷിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി കൂടിച്ചിട്ട് ഏത് ഫൈറ്റർ ഫിഷ് ആണോ ജയിക്കുന്നത് ആ ഫൈറ്റർ ഫിഷിന്റെ മേലെ ബെറ്റ് വെച്ച ആൾക്കാർക്ക് സിഗരറ്റ് കിട്ടും. സിഗരറ്റ് വെച്ചിട്ടാണ് ഇവർ ബെറ്റ് വയ്ക്കുന്നത്. അതിനകത്ത് ബില്ലിയും ചെന്ന് ബെറ്റ് വയ്ക്കുകയാണ്. അവന്റെ 2 പാക്കറ്റ് സിഗരറ്റ് ഉണ്ടായിരുന്നു, നേരത്തെ മരിയയുടെ നിന്ന് കിട്ടിയ സിഗരറ്റ്. അത് കൊണ്ടുവന്ന് ബെറ്റ് വയ്ക്കും. അവൻ വിചാരിച്ചതുപോലെ തന്നെ അവൻ ബെറ്റ് കിട്ടിയ ഫിഷാണ് ജയിക്കുക, ആ ഒരു മത്സ്യമാണ് ജയിക്കുക. അങ്ങനെ അവൻ ജയിച്ചതിന്റെ സന്തോഷത്തിൽ ഈ ബെറ്റ് വെച്ച ആളിനോട് പൈസ ചോദിക്കും, സിഗരറ്റ് ചോദിക്കും. എന്നാൽ അയാൾ കൊടുക്കാനായിട്ട് തയ്യാറാവുന്നില്ല. ബില്ലിയോട് ദേഷ്യപ്പെടുകയാണ്. ബില്ലിക്കും ദേഷ്യമാവും. എന്നാൽ അവിടെ ഒരു ബോസ് ഉണ്ട്, ഈ സെല്ലിന്റെ ബോസ് ഉണ്ട്. ബോസ് വന്ന് സോൾവ് ചെയ്യും. ബില്ലിയുടെ മീനാണല്ലോ ജയിച്ചത്, അതുകൊണ്ട് തന്നെ സിഗരറ്റ് കൊടുക്കാൻ പറഞ്ഞിട്ട് അത് സോൾവ് ചെയ്യാണ്. എന്നാൽ മറ്റേ ആളാണെങ്കിൽ ഒരു കുപ്പിയൊക്കെ എടുത്ത് ബില്ലിനെ കുത്താനായിട്ട് നിൽക്കുമെങ്കിലും കുത്തില്ല. ബില്ലിക്ക് ആ സിഗരറ്റ് കൊടുക്കും. 2 സിഗരറ്റ് വെച്ചത് കൊണ്ട് തന്നെ അവൻ ജയിച്ചപ്പോൾ കുറച്ചധികം സിഗരറ്റ് അവന് കിട്ടുന്നുണ്ട്. പിറ്റേ ദിവസം ആകുമ്പോൾ ഈ ജയിച്ച സിഗരറ്റ് എല്ലാം കൂടെ എടുത്ത് നേരെ മറിയനെ കാണാനായിട്ട് പോകും. ഈ സിഗരറ്റ് എല്ലാം കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട്. ഇത് കൊടുക്കണമെങ്കിൽ അവിടുത്തെ വാതിൽ തുറക്കണം. അതുകൊണ്ട് തന്നെ വാതിൽ തുറന്ന് ബില്ലിനെ അകത്തോട്ട് കയറ്റാണ്. ബില്ലി കൊണ്ടുവന്ന് ആ സിഗരറ്റ് കൊടുക്കും. മറിയയ്ക്ക് ഒരുപാട് സന്തോഷമാവും, കാരണം വാക്ക് പാലിച്ചല്ലോ അവൻ. അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ സംസാരിക്കും. ബില്ലി അവളോട് ചോദിക്കും എന്തുകൊണ്ടാണ് നീ ജയിലിൽ വന്നതെന്ന്. അവള് ജയിലിൽ വരാനായിട്ടുള്ള കാരണം മറ്റൊന്നുമല്ല, അവളുടെ അച്ഛന് അവളിങ്ങനെ ട്രാൻസ് ആയിട്ടിരിക്കുന്ന ഇഷ്ടമല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അച്ഛനെ കുത്തി കൊന്നിട്ട് അവള് ജയിലിൽ വന്നു. ഇത് പറഞ്ഞ് അവള് കരയുമ്പോൾ ബില്ലി വന്ന് സമാധാനപ്പെടുത്തും. അങ്ങനെ സമാധാനപ്പെടുത്തി അവസാനം ഇവർ രണ്ടുപേരും കൂടെ സ്നേഹിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ വീണ്ടും അവൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങും. ബോക്സിംഗ് ജിമ്മിൽ വന്നിട്ട് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഒരു ദിവസം ആകുമ്പോൾ ബില്ലിയും അതുപോലെ തന്നെ വേറൊരാളുമായിട്ട് പബ്ലിക്കായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോവാണ്. എല്ലാ ആൾക്കാരും നോക്കി നിൽക്കെ പുറത്തുള്ള ഒരു റിംഗിൽ ഫൈറ്റ് ചെയ്യാൻ പോവാണ്. ഈ ഒരു ഫൈറ്റിൽ വിജയിക്കുകയാണെങ്കിൽ ബില്ലിക്ക് ഒരുപാടധികം ആനുകൂല്യങ്ങൾ കിട്ടും. അതുകൊണ്ട് തന്നെ അവൻ ആ ഫൈറ്റിൽ പങ്കെടുക്കുകയാണ്. പുറത്ത് എല്ലാവരുടെ മുമ്പിലും, പോലീസുകാരുടെയും അതുപോലെ തന്നെ ആ ഒരു ട്രാൻസ് ആൾക്കാരുടെ മുമ്പിലും എല്ലാവരുടെ മുമ്പിലും വെച്ച് ഫൈറ്റ് ചെയ്യാണ്. അവൻ ഒരുപാട് കഷ്ടപ്പെട്ടെങ്കിലും അവസാനം ഫൈറ്റ് ചെയ്ത് അവൻ ജയിക്കും. ബില്ലി ജയിക്കും. അവൻ ഒരുപാട് മുറിവേറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കും മുറിവേറ്റിട്ടുണ്ട്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ തോപ്പിച്ചു കഴിഞ്ഞു. ഈ ഫൈറ്റിന്റെ ഇടയിൽ അവന്റെ ചെവിയിൽ ഒരു മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു. ചെവി 2ആയിട്ട് വിട്ടുപോയി. അതൊക്കെ തുന്നി വെക്കുന്നുണ്ട് ഈ ഒരു ഫൈറ്റിന് ശേഷം. പിന്നീട് അവന്റെ കൂട്ടുകാരും ഒത്ത് ഈ സന്തോഷം ആഘോഷിക്കാനായിട്ട് ജയിലിനുള്ളിൽ തന്നെ ഒരു സ്വിമ്മിംഗ് പൂൾ പോലെ ഒരു സംഭവമുണ്ട്. അതിൽ പോയി വെള്ളമൊക്കെ ഇറങ്ങി കളിക്കുകയാണ്. അതിനുശേഷം ആ ജയിലിലുള്ള വാർഡനെ പോയി കാണും. വാർഡനെ പോയി കാണുമ്പോൾ ബില്ലിക്ക് സന്തോഷമാവുന്ന ഒരു കാര്യമാണ് കേൾക്കുന്നത്. ബില്ലിക്ക് പുറത്തു പോയി ഫൈറ്റ് ചെയ്യാം. ഈ ഒരു ജയിലിന്റെ പേര് പറഞ്ഞുകൊണ്ട് ബില്ലിക്ക് പുറത്തു പോയി ഫൈറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ബില്ലിക്ക് ഇവിടുത്തെ ബോക്സിംഗ് ജിമ്മിൽ പ്രാക്ടീസ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ കൂടുതൽ കഴിവുള്ള ജയിൽ പുള്ളികളൊക്കെ ഉള്ള സെല്ലിലോട്ട് പോകാനും സാധിക്കും. ബില്ലിക്ക് അതിന് സമ്മതമാണോ എന്ന് ചോദിക്കുമ്പോൾ വാർഡനോട് അവൻ സമ്മതമാണെന്ന് പറയും. അതും പറഞ്ഞ് അവൻ സന്തോഷപ്പെട്ട് തിരിച്ചു പോകാനായിട്ട് നിൽക്കുമ്പോൾ വാർഡനാണെങ്കിൽ അവനൊരു ലെറ്റർ
എടുത്ത് കൊടുക്കുന്നുണ്ട്. ബില്ലിയുടെ അച്ഛൻ കൊടുത്തുവിട്ട ഒരു ലെറ്റർ ആണെന്ന് പറഞ്ഞിട്ട് അതും വാങ്ങിച്ചവൻ അവിടെ നിന്ന് പോവുകയാണ്. ആ ലെറ്ററിൽ എന്താണെന്ന് നമ്മൾ കാണിക്കുന്നില്ല, പക്ഷെ അവൻ അത് വാങ്ങുന്നുണ്ട്. ഇതിനുശേഷം അവൻ പോയി പ്രാക്ടീസ് ചെയ്യും. അതുപോലെ തന്നെ അവന് ബോക്സിംഗ് അറിയാവുന്ന കുറച്ച് ജയിൽ പുള്ളികളെ കൂട്ടുകാരായിട്ടൊക്കെ കിട്ടുന്നുണ്ട്. പിന്നീട് ഇവ ഫൈറ്റിന് ഇറങ്ങണേ മുമ്പ് അവന്റെ മുതുകത്ത് ഒരു സിമ്പൽ വരയ്ക്കണം. അങ്ങനെ കുറെ ആൾക്കാർ കൂടിയിരുന്ന് അവന്റെ മുതുകത്ത് ഒരു സിമ്പൽ വരച്ചു കൊടുക്കുകയാണ്, ഒരു ടൈഗറിന്റെ സിമ്പൽ. അവൻ ഒരുപാട് വേദന സഹിച്ച് അത് പച്ച കുത്തുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നതനുസരിച്ച് അവൻ വീണ്ടും വീണ്ടും കഠിനമായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങും. സമയം കിട്ടുമ്പോഴെല്ലാം അവൻ മറിയെ പോയി കാണും, മറിയായിട്ട് സ്നേഹത്തിലും ആവും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൻ മറിയനെ കാണാനായിട്ട് മറിയയുടെ സെല്ലിൽ ചെല്ലും. അവിടെ ചെന്ന് നോക്കുമ്പോഴാവട്ടെ മറിയും വേറൊരുത്തനും കൂടെ അങ്ങനെ സ്നേഹിക്കുന്നു. ഇത് കാണുമ്പോൾ ബില്ലിക്ക് ദേഷ്യമാവും. ബില്ലി അവളെ ഒരുപാട് ചീത്ത പറഞ്ഞ് നീ ഒരു കള്ളിയാണ്, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് മാറിപ്പോവാണ്. ബില്ലിക്ക് ഇഷ്ടപ്പെട്ടില്ല മറിയെ വേറൊരാളെ വിളിച്ച് റൂമിൽ കയറ്റിയ കാര്യം. അങ്ങനെ ആ ദേഷ്യത്തിൽ അവൻ നേരെ ചെല്ലുന്നത് റിങ്ങിലാണ്. റിങ്ങിൽ അവനെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട് വേറൊരു മനുഷ്യനുണ്ട്. ബോക്സിംഗ് അറിയാവുന്ന ഒരു ജയിൽ പുള്ളി കൂട്ടുകാരനാണ്. അവനെ വെല്ലു വിളിക്കുന്നുണ്ട്, എന്നെ ഇടിച്ച് വേദനിപ്പിക്കാൻ. എന്നാൽ ആ കൂട്ടുകാരൻ അത് കേൾക്കുന്നില്ല. അവൻ തിരിഞ്ഞ് നടക്കുമ്പോഴേക്കും ബില്ലി ചെന്ന് അവനെ പൊതിരെ തല്ലാനായിട്ട് തുടങ്ങും. എന്നാൽ ബാക്കിയുള്ള ആൾക്കാരാണ് വന്ന് ബില്ലിനെ പിടിച്ചു മാറ്റുക. ബില്ലി ആ ദേഷ്യം മൊത്തം റിങ്ങിൽ തീർക്കാനാണ് ശ്രമിക്കുക. എന്നാൽ ഇങ്ങനെ കാണിച്ചത് കൊണ്ട് തന്നെ ബില്ലിനെ പോലീസുകാർ വന്ന് പിടിച്ച് വേറൊരു സെല്ലിലോട്ട് കൊണ്ടുപോകും. കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരെ കൊണ്ടുപോകുന്ന ഒരു സെല്ലിലോട്ട് കൊണ്ടുപോയി ഇടും. അങ്ങനെ കുറച്ച് ദിവസങ്ങളിൽ അവൻ ആ സെല്ലിലാണ് കിടക്കുക. അവിടെ കിടന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, പുറത്തോട്ടിറങ്ങാനൊന്നും പറ്റത്തില്ല. കുറച്ചുകൂടെ ദിവസം കഴിയുമ്പോൾ അവന്റെ ആ ഒരു ശിക്ഷാ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. അവൻ പഴയതുപോലെ തന്നെ ബോക്സിംഗ് ഒക്കെ അറിയാവുന്ന ജയിൽ പുള്ളികളുടെ സെല്ലിൽ വരികയാണ്. അവിടെ ചെല്ലുമ്പോഴാവട്ടെ ഇവനന്ന് ഒരാളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കില്ലായിരുന്നു. മറിയ ചതിച്ചതിന്റെ വിഷമത്തിൽ ഒരാളുമായിട്ട് റിങ്ങിൽ പ്രശ്നം ഉണ്ടാക്കിയില്ലേ, അയാൾക്ക് ദേഷ്യവും. പോലീസുകാരൊക്കെ അവിടെ നിന്ന് പോയതിനു ശേഷം ആ കൂട്ടുകാരൻ വന്ന് ബില്ലിയായിട്ട് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് തുടങ്ങും. എന്നാൽ ബില്ലി ഒരുപാട് സോറി പറയുന്നുണ്ട്. അവര് ദേഷ്യത്തിൽ ചെയ്തു പോയതാണ്, ആ ഒരു നിമിഷം എന്റെ മനസ്സ് തകർന്നു പോയി, അതുകൊണ്ട് ചെയ്തതാന്ന് പറഞ്ഞ് സോറി പറയുമ്പോൾ അയാൾക്ക് ബില്ലിയെ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അയാളും ആദ്യം പ്രശ്നം ഉണ്ടാക്കിയെങ്കിലും പിന്നീട് ക്ഷമിച്ചു കൊടുക്കുകയാണ്. പിന്നീടുള്ള ദിവസങ്ങളിൽ ബില്ലി നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അവന് കുറേയധികം കൂട്ടുകാരെ കിട്ടുന്നുണ്ട്, അവരുമായിട്ട് സമയം പങ്കിടുന്നുണ്ട്, അടിച്ചുപൊളിയാണ്. അങ്ങനെ ഒരു ദിവസം ഇവരുടെ സെല്ലിലോട്ട് ആ ഒരു മറിയും കൂട്ടുകാരും വരുന്നുണ്ട്. മറിയുടെ കൂടെയുള്ള വേറെ കുറെ ട്രാൻസും. അവര് വന്നിട്ട് ഒരു പാട്ട് പാടാനായിട്ട് തുടങ്ങും. അത് ബില്ലിക്ക് വേണ്ടി എഴുതിയ ഒരു പാട്ടാണ്. മറിയ ബില്ലിക്ക് വേണ്ടി പാടുന്ന ഒരു പാട്ടാണ്. അത് കേട്ടി ബില്ലി കൈ അടിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇവര് തമ്മിൽ ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും ഒന്നും അല്ല, എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ടൈം പാസ് ആയിരുന്നു. പക്ഷെ ബില്ലിക്ക് വേറൊരാൾ മറിയായിട്ട് പോയപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് അവൻ പ്രശ്നം ഉണ്ടാക്കിയത്. എന്നാൽ ഇപ്പം ബില്ലിക്ക് പ്രശ്നമൊന്നുമില്ല. പിറ്റേ ദിവസം ബില്ലി പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് കുളിക്കാനായിട്ട് ഒറ്റയ്ക്ക് ചെന്നിരിക്കും. അങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാവട്ടെ അവന്റെ പഴയ സെല്ലിൽ പ്രശ്നം ഉണ്ടാക്കി കുറച്ച് ആൾക്കാർ വന്ന് ബില്ലിന്റെ തലയിൽ തുണിയിട്ട് പിടിച്ച് അവനെ ഇടിക്കാനായിട്ട് തുടങ്ങും, അവന്റെ ഇരിക്കുന്ന പൈസ വാങ്ങിച്ചെടുക്കാനായിട്ട്. എന്നാൽ ബില്ലി എന്റെ പൈസ ഇല്ല, കിട്ടുവാണെങ്കിൽ ഞാൻ തരാം, ഞാൻ ജയിച്ചതിന് ശേഷം തരാന്ന് പറയുമ്പോൾ അമ്മാരും കേൾക്കത്തില്ല. അതിൽ ഒരുത്തിന് തന്നെ എയ്ഡ്സ് ഉണ്ടായിരുന്നു. അവന്റെ രക്തം എടുക്കും സിറിഞ്ചിൽ, എന്നിട്ട് ബില്ലിയുടെ ദേഹത്ത് കുത്തി വെക്കട്ടോ എന്ന് ചോദിച്ച് അവനെ മിരട്ടും. ബില്ലി പേടിച്ചിട്ട് വേണ്ടാന്ന് പറയുമ്പോൾ അവന്മാര് മര്യാദയ്ക്ക് പൈസ കൊണ്ടു തരണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറിപ്പോവും. ബില്ലിക്കും വേറെ മാർഗ്ഗമില്ല. ആ ഒരു കളി ജയിക്കുകയാണെങ്കിൽ, ആ ഒരു ബോക്സിംഗ് ജയിക്കുകയാണെങ്കിൽ അവൻ പൈസ കൊണ്ടുവന്ന് കൊടുത്തേ പറ്റത്തുള്ളൂ. എന്തായാലും അവൻ പൈസ കൊടുക്കാന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അവനെ വെറുതെ വിട്ടു. ഇത് കഴിഞ്ഞ് അവൻ റിങ്ങിൽ പോയി വീണ്ടും പ്രാക്ടീസ് ചെയ്യും. ഈ പ്രാക്ടീസ് ചെയ്യുന്ന നേരത്തെ എല്ലാവരും ശ്രദ്ധിക്കുമ്പോൾ ബില്ലിക്ക് എന്തോ വയ്യായിക പോലെ. ബില്ലിക്ക് എന്താണ് സംഭവം എന്ന് അറിയത്തില്ല. അവൻ തൽക്കാലത്തേക്ക് പ്രാക്ടീസ് നിർത്തിയിട്ട് നേരെ വാഷ്റൂമിൽ ചെല്ലും. അവിടെ ചെന്നവൻ രക്തം ഛർദ്ദിക്കാനായിട്ട് തുടങ്ങും. വായിൽ നിന്ന് നല്ല രീതിയിൽ രക്തം വരുന്നുണ്ട്. ഇവൻ ഈ ഛർദ്ദിച്ചതിന്റെ ക്ഷീണത്തിൽ താഴെ അങ്ങനെ കിടക്കുകയാണ്. പിറ്റേ ദിവസം തന്നെ അവൻ ഡോക്ടറിനെ പോയി കാണും, ജയിലിലുള്ള ഡോക്ടറിനെ പോയി കാണും. എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞു കൊടുക്കും. ബില്ലി ഒരുപാട് മദ്യവും അതുപോലെ തന്നെ സിഗരറ്റും പിന്നെ ഡ്രഗ്സും ഉപയോഗിക്കാറുണ്ടായിരുന്നു. അത് ഉപയോഗിച്ച് അവന്റെ ലിവർ ഡാമേജ് ആയി പോയി. അതുപോലെ തന്നെ ഒരുപാട് ഇന്റേണൽ ഓർഗൻസും ഡാമേജ്ഡ് ആണ്. അത് നശിച്ചിട്ടാണ് അവൻ രക്തം തുപ്പിയത്. ഇനി അവന് ബോക്സിംഗ് ചെയ്യാൻ പറ്റത്തില്ല. ബോക്സിംഗ് ചെയ്യുന്ന നേരത്ത് അവന്റെ വയറ്റിൽ വല്ല ഇടി കിട്ടുവാണെങ്കിൽ അവന്റെ കാര്യത്തിൽ എന്തായാലും തീരുമാനവും. ഇത് ഡോക്ടർ പറയുന്നുണ്ട്, ഇനി ബോക്സിംഗ് ചെയ്യാൻ പാടില്ല എന്ന്. പക്ഷെ ബില്ലി ഞാൻ ഇനി അടി കിട്ടാൻ നോക്കിക്കോളാം, ബോക്സിംഗ് ചെയ്യുമെന്ന് പറഞ്ഞ് ഡോക്ടറിനെ കണ്ടതിന് ശേഷം അവിടെ നിന്ന് പോകും. പിന്നീട് ബില്ലിയുടെ ബോക്സിംഗ് നടക്കുന്ന ദിവസമാണ്, ആ ഒരു ടൂർണമെന്റ് നടക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ അവനെ ട്രക്കിൽ കയറ്റി ആ ഒരു സ്ഥലത്ത് കൊണ്ടു ചെല്ലും. അവിടെ പുറത്തുനിന്ന് കുറെ ആൾക്കാരൊക്കെ വരും ഈ ഒരു മത്സരം കാണാനായിട്ട്. ബില്ലി ആ ഒരു സ്ഥലത്ത് വന്നും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ പ്രാക്ടീസ് ചെയ്യുന്ന നേരത്ത് അവന് നല്ല രീതിയിൽ വയറ് വേദനിക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ ആ ടൂർണമെന്റിനായിട്ട് റെഡിയായി പുറത്തോട്ട് ഇറങ്ങി ചെല്ലും. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഉള്ള ഒപ്പണന്റും ഇറങ്ങി വരുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ റിങ്ങിൽ കയറിയിട്ട് എല്ലാവർക്കും ഒരു വന്ദനം വെച്ച് ഫൈറ്റ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഈ ഫൈറ്റിന്റെ ഇടയ്ക്ക് ബില്ലിക്ക് ആദ്യമൊന്നും പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. ഒരുപാട് അടി ബില്ലി വാങ്ങുന്നുണ്ട്. ബില്ലി ഒരുപാട് ക്ഷീണിച്ചു പോകുന്നുണ്ട്. അതുമാത്രമല്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് മനഃപൂർവ്വം തന്നെ ബില്ലിനെ ഉപദ്രവിക്കുകയാണ്. കളി കഴിഞ്ഞതിന് ശേഷം ഫൗളായിട്ട് ബില്ലിനെ അടിയുന്നുണ്ട്. എന്നാൽ ബില്ലിക്ക് നല്ല രീതിയിൽ വയറ്റ് വേദന എടുക്കുന്നത് കൊണ്ട് തന്നെ അതിന് പ്രതികരിക്കാനായിട്ട് സാധിക്കുന്നില്ല. കോച്ചാണ് പ്രതികരിക്കുന്നത്. ബില്ലി വീണ്ടും ഇന്റർവെല്ലിന് ശേഷം ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യും. കുറെ അടി ഇങ്ങോട്ടും കിട്ടുന്നുണ്ട്, അങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. അവന് വയറ്റിലൊക്കെ കിട്ടുമ്പോൾ നല്ല രീതിയിൽ വേദന എടുക്കുന്നുണ്ട്. എന്നാൽ അവൻ വീണ്ടും ഫൈറ്റ് ചെയ്ത് അവസാനത്തെ ഫൈറ്റിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മുഖം നോക്കി ഇടിച്ച് അവനെ താഴെ വീഴ്ത്തും. ഇപ്രാവശ്യം ഇടി കിട്ടിയത് കൊണ്ട് തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എണീക്കാനായിട്ട് സാധിക്കുന്നില്ല. അവൻ തളർന്ന് ബോധം കെട്ടുപോയി. ബില്ലി ജയിച്ചതായിട്ട് റഫറി വന്ന് പ്രഖ്യാപിക്കുകയാണ്.
എല്ലാവർക്കും സന്തോഷവും, എല്ലാവരും കൈയടിക്കും, ബില്ലിക്ക് സന്തോഷവും. അങ്ങനെ മാച്ച് കഴിഞ്ഞ് റിങ്ങിൽ നിൽക്കുമ്പോഴോട്ടെ ബില്ലി പെട്ടെന്ന് തന്നെ രക്തം തുപ്പി താഴെ വീഴാനായിട്ട് തുടങ്ങും. ബില്ലിയുടെ ആൾക്കാരും അതുപോലെ തന്നെ കോച്ചും വന്ന് ബില്ലിക്ക് എന്തെങ്കിലും പറ്റുമെന്ന് നോക്കുമ്പോൾ അവന് അനക്കൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ആംബുലൻസ് വിളിച്ച് അവനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകും. കട്ട് ചെയ്താൽ അവൻ ഹോസ്പിറ്റലിലാണ് കണ്ണ് തുറക്കുന്നത്. കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ചുറ്റും ആരുമില്ല. അവൻ നേഴ്സിനെ വിളിക്കും. അങ്ങനെ നേഴ്സ് അവന്റെ നിലവിളി ശബ്ദം കേട്ട് അങ്ങോട്ട് വരികയാണ്. അവന് മൂത്രമൊഴിക്കണമെന്ന് പറയുമ്പോൾ നേഴ്സ് അവനെ ബാത്റൂമിൽ കൊണ്ടാക്കുകയാണ്. അവൻ ബാത്റൂമിൽ കയറിപ്പോയതിനു ശേഷം നേഴ്സിന് എന്തോ ഒരു ആവശ്യം വന്നു. നേഴ്സിനെ ആരോ വിളിച്ചു. അതുകൊണ്ട് തന്നെ നേഴ്സ് ആ ഒരു സ്ഥലത്തോട്ട് പോകും. ബില്ലി ഈ സമയം മുതലെടുത്ത് പുറത്തോട്ടിറങ്ങി വരും. പുറത്തോട്ടിറങ്ങി ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് നോക്കുകയാണ്. ഈ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റുമെന്ന് നോക്കുകയാണ്. അങ്ങനെ താഴോട്ടെല്ലാം ഇറങ്ങി ചെന്ന് നോക്കുമ്പോഴാവട്ടെ ഒരുപാട് പോലീസുകാരും സെക്യൂരിറ്റിമാരും ഉണ്ട്. എന്നാൽ പെട്ടെന്നായിരിക്കും ഒരു എമർജൻസി കേസ് വരിക. കുറച്ചധികം സെക്യൂരിറ്റിമാർക്ക് ഈ എമർജൻസി കേസിന്റെ പിന്നാലെ പോകുമ്പോൾ ബില്ലി ആരും കാണാതെ ആ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തോട്ടിറങ്ങി നടക്കും. പുറത്തോടെ പോകുന്ന നേരത്ത് കുറെ അധികം ആൾക്കാർ ബില്ലിനെ നോക്കുന്നുണ്ട്. എന്താണ് അവൻ ഈ ഹോസ്പിറ്റലിൽ ഇടുന്ന ഡ്രസ്സ് ഇട്ട് കാലൊരു ചങ്ങലക്കിട്ട് നടന്നു പോകുന്നതെന്ന്. അവന്റെ കാലിൽ തന്നെ പോലീസുകാരിട്ട ചങ്ങലയുണ്ട്. അതും ഇട്ടിട്ടാണ് ഈ പബ്ലിക്കിൽ കൂടെ നടന്നു പോകുന്നത്. എന്നാൽ അവനൊരു മുണ്ട് പോലത്തെ സംഭവം ഉടുത്തേക്കുന്നത് കൊണ്ട് തന്നെ ആർക്കും മനസ്സിലാവുന്നില്ല. അവൻ നടന്ന് ഒരുപാട് ദൂരെ ചെല്ലുമ്പോഴായിരിക്കും അവന് സ്വയബോധം വീഴുക. ഇങ്ങനെ ചാടുവാണെങ്കിൽ അവനെ വീണ്ടും പിടിച്ചാൽ അവൻ കുറെ നാൾ ജയിലിൽ വീണ്ടും കിടക്കേണ്ടി വരും. അത് മണ്ടത്തരമാണെന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ വീണ്ടും തിരിച്ച് ഹോസ്പിറ്റലിൽ ചെല്ലും. അവന്റെ റൂമിൽ പോയി അങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ ബില്ലിയുടെ രോഗങ്ങളൊക്കെ മാറിയതിനു ശേഷം പോലീസുകാർ അവനെ വീണ്ടും വിളിച്ച് ജയിലിൽ കൊണ്ടുവരും. അവനെ ജയിലിൽ കൊണ്ടുവരുമ്പോഴാവട്ടെ അവനെ കാണാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. അവൻ അയാളെ പോയി കാണും. അവൻ ചെറുപുഞ്ചിരിയോടെ അയാളെ നോക്കുകയാണ്. അയാളും ചെറുപുഞ്ചിരിയോടെ ബില്ലിനെ നോക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, ഒറിജിനൽ ആയിട്ടുള്ള ബില്ലിയാണ്. ഇത് യഥാർത്ഥത്തിൽ നടന്ന സംഭവമാണ്. അയാളുടെ കഥയാണ് ഇത്. പക്ഷേ ബില്ലി ഈ ഒരു സിനിമയിൽ അഭിനയിച്ച നടനും. അതുപോലെ തന്നെ നമ്മളെ വേറൊരു കാര്യം കാണിക്കുന്നുണ്ട്. ബില്ലി ജയിലിൽ വന്നതിന് ശേഷം അവനെ UK ജയിലിലോട്ട് മാറ്റി. ആ UK ജയിലിൽ മാറ്റിയതിനു ശേഷം 3 വർഷത്തെ തടവിന് ശേഷം അവനെ ജയിലിൽ നിന്ന് പറഞ്ഞു വിട്ടു. അവൻ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവൻ സ്വതന്ത്രനായി. എന്തായാലും ഇതും കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കമന്റിൽ പറയൂ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.